Hello everyone, ഞാൻ അലക്സാൻഡ്ര ജോൺസൺ. ഞാനിപ്പോ നിൽക്കുന്നത് ഇൻഡിഗോ എയർലൈൻസിലും സ്പൈസർ എയർലൈൻസിലും ഡയറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ള ABBSലെ ഫൈനൽ ഇയർ BBA സ്റ്റുഡൻസിന്റെ കൂടെയാണ്. ഞാൻ പണ്ട് ഇൻഡിഗോ എയർലൈൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഏവിയേഷൻ കരിയറിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത ഒരു ഓപ്ഷനാണ് BBA ഏവിയേഷൻ എന്നുള്ളത്. So first of all, Tirtha, congratulations. And you got placed from ABBS. How do you feel about it? ഞാനിത് ഇങ്ങോട്ട് വന്നത് ആദ്യം എനിക്കൊരു എയർലൈൻ ജോബ് കിട്ടണം എന്നുള്ള മനസ്സിലൊരു ഉറപ്പെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കിവിടെ വന്നപ്പോൾ ഞാനിവിടെ ഫൈനൽ ഇയർ ആയപ്പോൾ 6th സെമ്മത്തേന് എനിക്ക് ഇൻഡിഗോന്റെ ഇന്റർവ്യൂ ഇവിടെ വന്നു. അതിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാനിപ്പോ പ്ലേസ്ഡ് ആയിരിക്കുന്ന സ്പൈസ് സെറ്റിലാണ്. ശരിക്കും പ്രതീക്ഷിച്ചതല്ല പെട്ടെന്ന് കിട്ടുന്നുള്ള, കാരണം എല്ലാവർക്കും അറിയാതെ ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണ്. പെട്ടെന്ന് നമുക്ക് ജോബ് പ്ലേസ് ആകാൻ അത്ര ഈസി ടാസ്ക് അല്ല. പക്ഷെ നമ്മളിവിടെ ABBSൽ വന്നതിന് ശേഷം നമ്മുടെ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ കോളേജും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എന്തായാലും ABBSനെ കൊടുക്കുള്ളൂ. കാരണം ABBS കാരണം മാത്രമാണ് എനിക്ക് ഇൻഡിഗോയിൽ കിട്ടിയത്. നമ്മുടെ കോളേജിലെ HOD നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം. It is not that easy to get direct placement from the company to the college, but we tried a lot to bring those companies to the college, especially Indigo and SpiceJet. So we have our director Nagul sir with us. This achievement is a testament to their hard work and dedication. Of course, we had a small part to play in it. Ultimately, it comes up to them to secure the placement. BBA ഏവിയേഷൻ ഫൈനൽ സ്റ്റുഡൻസ് സെലക്ടഡ് ആയ കുറച്ചുപേരെ നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ ഒറ്റ സ്ട്രെച്ചിൽ 30+ സ്റ്റുഡൻസിനാണ് ഇൻഡിഗോയിലും സ്പൈസ് ജെറ്റിലും സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കോളേജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.